ഇന്ന് നമുക്ക് പുതിയൊരു പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കിഴങ്ങിന്റെ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. അതായത് ട്യൂബ് റോസിന്റെ കിഴങ്ങാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ബൾബാണ് ഈ പ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത്. ട്യൂബ് റോസ്, രജനീഗന്ധ, കദംബം, പിന്നെ സുഗന്ധമുല്ല എന്നൊക്കെ ഈ ഒരു പേരിലൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടും കേട്ടോ. കേരളത്തിന്റെ കാലാവസ്ഥയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 ആഴ്ച വരെയൊക്കെ ലൈഫ് കിട്ടും ഈ ഒരു പ്ലാന്റിന്റെ ഫ്ലവറിന്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സുഗന്ധം പരത്തുന്ന ഒരു പ്ലാന്റിന്റെ ഒരു ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് വൈറ്റ് കളർ മാത്രമാണ് കേട്ടോ. വൈറ്റ് കളറിന്റെ ബൾബ്സ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത്. ഈ ഒരു പ്ലാന്റ് കിഴങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പ്ലാന്റ് നടാനുള്ള കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വന്നിട്ടുള്ള കിഴങ്ങൊക്കെ മുളച്ചു തുടങ്ങിയ കിഴങ്ങാണ്. പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഈ ഒരു ട്യൂബ് റോസിന്റെ പ്ലാന്റ്. അത് അത്യാവശ്യം നമുക്ക് ചാണകപ്പൊടി മണ്ണും മാത്രം മതി പോട്ട് മിക്സ് ആയിട്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ട് മിക്സ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല ഹോളൊക്കെ ഉള്ള ചട്ടിയും എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഫ്ലവർ വരുന്ന സമയത്ത് ഒരു 3-4 അടി ഉയരത്തിൽ ഒരു സ്റ്റിക്ക് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് അതിൽ നിന്നാണ് ഈ ഫ്ലവർ ഉണ്ടാവുക. ആ ഒരു സമയത്ത് ഈ ഒരു സ്റ്റിക്ക് ഉയർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പ്ലാന്റിന്റെ ഫ്ലവറിന് അത്യാവശ്യം നല്ല ഗ്രോത്തും അതുപോലെ തന്നെ കൂടുതൽ ലൈഫും കിട്ടും കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തുകൊണ്ടു. അത്യാവശ്യം നല്ല ക്വാളിറ്റി ബൾബ്സ് ആണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ.